ഞങ്ങളന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ. പെരുമ്പിലാവിക്കാണ് പോയത്. ഉണ്ണിയുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഉണ്ണിക്ക് ഒരു ടീഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും എടുക്കാൻ പോയി. സ്കൂള് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാൻ പോയതാണ് കേട്ടോ. പെരുമ്പിലാവിലാണ് ആ ഷോപ്പ് വരുന്നത്. സമങ്ക എന്നാണ് ഷോപ്പിൻ്റെ പേര്. നല്ല കളക്ഷനോട് കൂടി ഒരു കൊച്ചു കടയാണ് കേട്ടോ. നല്ല സെലക്ഷനാണ് അവിടെ. റേറ്റ് കുറവും അതുപോലെ പട്ട് സാരി ആണെങ്കിൽ പോലും കസവിൻ്റെ സാരി സെറ്റും ഉണ്ട്. അതുപോലെ കുട്ടികളുടെ ഡ്രസ്സ് ആണെങ്കിലും നല്ല ക്ലോത്താണ്. മാക്സ് ഐറ്റംസ് എല്ലാ ഐറ്റംസോട് കൂടിയിട്ടുണ്ട്. അതുപോലത്തെ അവിടുത്തെ കടയത്തെ ചേച്ചിയാണെങ്കിൽ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. നല്ല ചേച്ചിയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അതാ തിരഞ്ഞെടുക്കി ഞങ്ങൾ ചെന്നപ്പോഴത്തെ ചേച്ചി കുറേ ടീഷർട്ടും അതുപോലെ പാൻസും കാര്യങ്ങളൊക്കെ എടുത്തു വന്നു. അങ്ങനെ പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. കിച്ചുമോനെ ഇതാ പാൻറ്റ് ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഞാൻ കിച്ചുമോന് ഇടാൻ പറ്റണില്ല, ഇതില്ല. അപ്പോൾ മെല്ലെ കാര്യങ്ങളും പാൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പാൻറ്റ് കിട്ടി. ഞങ്ങളുടെ ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചുവപ്പ് ടീഷർട്ടിൻ്റെ മേലെ ബ്ലാക്ക് വരയിട്ടുള്ള ടീഷർട്ടാണ് കിട്ടിയത്. ഞങ്ങൾ അങ്ങനെ പാൻറ്റും ടീഷർട്ടും ഒക്കെ അങ്ങനെ വെച്ച് നോക്കി. അങ്ങനെ പാൻറ്റും ടീഷർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നൈറ്റിൽ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് കയറി കണ്ടിട്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ കയറി. അങ്ങനെ നല്ല ചൂട് ചായ കുടിക്കാൻ കണ്ടു. അങ്ങനെ മീൻ കഴിച്ചു. അങ്ങനെ മീൻ നല്ല ഫ്രൈ ആക്കാൻ വേണ്ട മീനൊക്കെ അങ്ങനെ മസാല പുരട്ടിയിട്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. അത്രയ്ക്ക് ഫ്രഷ് മീനാണ് അങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി ഞാൻ കണ്ടപ്പോൾ നിറഞ്ഞിരിക്കാനായിട്ടാ. പഴംപൊരി ആണെങ്കിൽ പോലും മുളക് വെച്ച് ഉള്ളിവട പഴം ഒക്കെ ആയിട്ട് നിറയെ അതുപോലെ കോഴിമുട്ട മേലൊരു ഇതാവും. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളത് ഉണ്ണിക്കത് വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു 2 മുളക് വെച്ച് കാര്യങ്ങൾ വാങ്ങി ചായ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അത് വാങ്ങിച്ചു. ഉണ്ണി അവിടെ ഇരുന്നിട്ട് കോഴിമുട്ട മസാലയൊക്കെ പുരട്ടിയിട്ട് അത് എടുത്ത് കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ണി പറയുന്നത് നല്ല രസമുണ്ട്, അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ണി ഇങ്ങനെ കുറേ ഇങ്ങനെ കോലിങ്ങനെ എടുത്ത് കുത്തിട്ട് ഇതാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതൊരു കഷ്ണം കാര്യങ്ങളൊക്കെ കടിച്ച് വെച്ചു. ഞാനത് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിലത്ത് വീഴണ്ടാന്ന് വെച്ചിട്ട്. അങ്ങനെ നല്ല ചൂട് ചായ വന്നിട്ടുണ്ട്. ചൂട് ചായയും നല്ല മുളക് ബജ്ജി അതുപോലെ ചമ്മന്തി കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം വെച്ചാൽ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് അങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് നല്ല കുടിക്കാൻ പറ്റിയൊരു ഷോപ്പാണ്, ഹോട്ടലാണ്. നല്ലൊരു ടേസ്റ്റുള്ള ചായയും അതുപോലെ മുളക് ബജ്ജിയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു പ്രത്യേക ഇതാണ്. നിങ്ങളെല്ലാവരും പെരുമ്പിലാവിലാണ് ആ ഷോപ്പ് വരുന്നത് കേട്ടോ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Eso toca.